എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ തലേദിവസം നമുക്ക് അരി അരച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ മാവ് ഉണ്ടാക്കി വയ്ക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് രാവിലെ തന്നെ അപ്പപ്പൊടി, ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയല്ലേ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ദോശ ഉണ്ടാക്കാം, ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, ഒരല്പം ഒരു ടീസ്പൂൺ എങ്ങാനും പഞ്ചസാരയും ചേർത്ത് കുറച്ച് ജീരകം അരയ്ക്കണ്ട, ഇതൊന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് കറക്കി ഒരു ദോശയുടെ കൺസിസ്റ്റൻസി, അതിലും കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അങ്ങനെ ഉള്ള മാവുണ്ടാക്കി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. പിന്നെ തേങ്ങ ചിരകി ഇടുന്നതിനെക്കാട്ടിയും നല്ലത് തേങ്ങ അരച്ച് ചേർക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരൂ. അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയാണ്. ഒരു കപ്പ് എടുക്കണം. ഇത് ഒരു തേങ്ങയുടെ വെള്ളമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാറ്റർ അരച്ചെടുക്കുന്നത്. അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് ഈ തേങ്ങയുടെ വെള്ളം ഉപയോഗിച്ചാണ്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇനി ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ആയതുകൊണ്ട് ഓൾറെഡി പൊടി നല്ല പൊടിയായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് അരച്ചല്ലോ. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയുടെ ബാറ്റർ ആ കണക്കിന്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം. ഒന്നിളക്കി കൊടുത്തേക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പരത്തേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. ഞാൻ എപ്പോഴും അടച്ചു കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടയ്ക്കണം എന്നില്ല. ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ദോശ എടുത്ത് മാറ്റാം. ഇത് സാധാരണ ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ദോശ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി ഇതിനൊരു ചട്നി കൂടി തയ്യാറാക്കണം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് പാകത്തിന് മുളക് പൊടി, ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം, അതായത് ചട്നിയുടെ പാകത്തിന് അരച്ചെടുക്കണം. നമ്മുടെ ചട്നി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് 2 ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും, ഇത് കട്ടയായിട്ടുള്ള ചട്നിയാണ് അരയ്ക്കുന്നത്, അതും കൂടെ ചേർത്ത് ഒന്ന് അരയ്ക്കണം. ഉള്ളി നല്ലപോലെ അരഞ്ഞു പോകരുത്. നമ്മുടെ ചട്നി റെഡി. ഇൻസ്റ്റൻറ്റ് ദോശ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയൊന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് തന്നെ ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതായത് തേങ്ങ അരച്ച് ചേർക്കുകയാണ്, അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് തേങ്ങ വെള്ളമില്ലേ, നമ്മൾ തേങ്ങ ഉടച്ച് കിട്ടിയ വെള്ളം ചേർത്തിട്ടാണ് ആദ്യം അരച്ചത്. പിന്നെ ബാക്കി പോരാത്ത വരുന്നത് ഞാൻ സാധാരണ വെള്ളം ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.